Good morning, everyone. Good morning. Am I audible? Good morning. Good Audible. morning. All right. Good morning, sir. Good morning. Good morning. Thank you so much for joining. Morning, sir. the session-ലേക്ക് join morning, ചെയ്തിട്ടുള്ള sir. Good morning. കുറച്ച് ദിവസങ്ങളായി കണ്ടിട്ടല്ലേ നമ്മള് ഇനി നമ്മുടെ ലൈഫ് മാക്സിമൈസേഷൻ ഗ്രൂപ്പിലും അതേപോലെ തന്നെ നമ്മളുടെ നിലവിലുള്ള മറ്റുള്ള എല്ലാ ഗ്രൂപ്പുകളും ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് കോൾ ദം. നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്ത് എല്ലാവർക്കും ഒരു അപ്ഡേഷൻ കൊടുക്കുക കേട്ടോ. So thank you so much everyone for joining today's session. The session join ചെയ്തിട്ടുള്ള എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. So ready? Please be in video. വീഡിയോയിൽ എല്ലാവരും ഒന്ന് വരാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, വിച്ച് ഇസ് സ്കിൽ പവർ ഓർ വിൽ പവർ. ഓക്കെ, എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. താങ്ക് യു സോ മച്ച്. വാം വെൽക്കം. താങ്ക് യു ഫാത്തിമ. താങ്ക് യു സോ മച്ച്. ആൻഡ് ദെൻ പ്ലീസ് ബി ഇൻ വീഡിയോ. ഞാൻ മാത്രമേ ഉള്ളൂ വീഡിയോയിൽ. ഓക്കെ, എന്നാൽ ഞാൻ വീഡിയോ ഓഫ് ചെയ്യാം. ഓക്കെ ഗായ്സ്, പ്ലീസ് ബി ഇൻ വീഡിയോ. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. താങ്ക് യു അനസ് ഫോർ കമ്മിങ് ഹിയർ. ആൻഡ് എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോയിൽ വരിക. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, സോ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ വീഡിയോയിൽ വന്നാൽ എനിക്ക് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കൊന്ന് അറിയാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് സീരിയസ് ആയിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടോ, നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയാൻ പറ്റും. So that's why I'm requesting you again and again. So please be here. Okay, എല്ലാവരും ഓക്കെ. ആരെങ്കിലും ഒക്കെ പൊക്കിയോളം എന്ന് വിചാരിച്ച് നിങ്ങൾ നിൽക്കേണ്ട. ജസ്റ്റ് ബി ഹിയർ ഇൻ വീഡിയോ. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞതുപോലെ എന്താണ്, നമ്മുടെ ലൈഫിൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാൻ പോകുന്നൊരു കാര്യം. നമുക്ക് അധികം ആൾക്കാർക്കും വലിയ ചലഞ്ച് ഉണ്ടാകും. താങ്ക് യു സോ മച്ച്. വണ്ടർഫുൾ മെഡിറ്റേഷൻ. താങ്ക് യു ഫെമിന. നമ്മളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവരുന്നൊരു കാര്യമാണ് എന്ത്, വലിയൊരു ചേഞ്ച് കൊണ്ടുവരുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്ന ജസ്റ്റ് നമ്മളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും ഹൈ എനർജി നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, നമ്മുടെ എനർജി വലിയ രീതിയിലേക്ക് നമുക്ക് ചെയ്യുന്നു. ടാപ്പിങ്ങോ EFTയോ അല്ലാതെ നമുക്ക് എങ്ങനെ എനർജി ഹൈ ആക്കി നിർത്താൻ പറ്റും, അതുപോലെ സെൽഫ് ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫിൽ നമുക്ക് എങ്ങനെയാണ് വലിയ രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് റിസൾട്ട് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുക, ഇതിനെക്കുറിച്ച് നമുക്കൊരു ഒരു ഒരു ക്ലിയർ പിക്ചർ നമുക്ക് എന്തായാലും വേണം. ഓക്കെ, ആ ക്ലിയർ പിക്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ലൈഫ് നമുക്ക് എങ്ങനെയാണ് ആക്ച്വലി ചേഞ്ച് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഞാൻ ഇവിടെ കാണിക്കാം. നമുക്കൊരു പ്രോഗ്രാം വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പ്രോഗ്രാം. ആ പ്രോഗ്രാം വന്നിട്ട് ചാർജ് എന്നുള്ളതാണ് പ്രോഗ്രാം നടക്കുന്നത്. ഈ വരുന്ന 5-ാം തീയതിയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. 5-ാം തീയതി എന്ന് പറഞ്ഞാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ. ഓക്കെ, ഇതിപ്പോൾ മൺഡേ ആണ്. നമുക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ, അതായത് ട്യൂസ്ഡേ അല്ല വെനസ്ഡേ, ഇതാണ് ചാർജ് പ്രോഗ്രാം, വിച്ച് ഇസ് എ 90-day ചാലഞ്ച് പ്രോഗ്രാം. പറഞ്ഞ പോലെ തന്നെ ഒരു ചാർജ് ചെയ്യുന്ന ഒരവസ്ഥ തന്നെയാണ്. നമ്മളുടെ കംപ്ലീറ്റ്ലി ചാർജ് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇറ്റ്സ് സോ പവർഫുൾ, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. സോ വൈ ചാർജ് പ്രോഗ്രാം? എന്തുകൊണ്ട് ചാർജ് പ്രോഗ്രാം? അതിൽ പഠിപ്പിക്കുന്ന ഒരു വലിയൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് സ്കിൽ പവർ ഓവർ വിൽ പവർ. ഓക്കെ, എന്താണ് സ്കിൽ പവർ ഓവർ വിൽ പവർ? പല ആൾക്കാർക്കും വിൽ പവർ ഇല്ല. ഈ വിൽ പവർ ഡെവലപ്പ് ചെയ്യാൻ പല മെത്തേഡുകളുണ്ട്. അപ്പം അതിൽ പ്രധാനപ്പെട്ടൊരു അതിൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നൊരു മെത്തേഡാണ് ഈ പറഞ്ഞിരിക്കുന്ന അൽ സിറ്റ്സ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി, ഈ പറഞ്ഞിരിക്കുന്ന സിറ്റ്സ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി എന്ന് വെച്ചാൽ ചെയ്തിട്ടുള്ളത്, ഇദ്ദേഹം എന്താ വെച്ചാൽ ന്യൂയോർക്ക് ടൈം ബെസ്റ്റ് സെല്ലിംഗ് ഓതറാണ്. ഇദ്ദേഹം ചേഞ്ച് എനിത്തിങ് എന്ന് പറയുന്നൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് വിൽ പവർ ഒരു ട്രാപ്പാണ്, അല്ലെങ്കിൽ വിൽ പവർ ട്രാപ്പ് ഒരു മിത്ത് എന്ന്. വിൽ പവർ എന്ന് പറയുന്ന അധികം ആൾക്കാർക്കും ഇല്ല. വിൽ പവർ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സാധനമാണ്. നമ്മൾ വിൽ പവർ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു മസിൽ പോലെ പ്രാക്ടീസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. ചില ആൾക്കാർക്ക് ചില ട്രോമ മൂലം, അല്ലെങ്കിൽ ചില സംഗതികൾ മൂലം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെറുപ്പത്തിൽ വിൽ പവർ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് അവർ ഡെവലപ്പ് ചെയ്തെടുത്തു. അല്ലെങ്കിൽ നല്ല ട്രോമയുള്ള ആൾക്കാർക്കും ചിലപ്പോൾ എന്താ വെച്ചാൽ
വിൽ പവർ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക ഒരു ഇതായിട്ട് വരും. പക്ഷെ അതൊരു ടോക്സിക് വിൽ പവർ ആയിട്ടാണ് വരിക. അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കില്ല. അവരുടെ ലൈഫിൽ വലിയ പെർഫെക്ഷനിസം, ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ വന്നിട്ട് അവർ ഭയങ്കര സ്ട്രഗിൾ ചെയ്തുകൊണ്ട്. പക്ഷെ നമുക്കിത് വളരെ പോസിറ്റീവായിട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് അദ്ദേഹം പറയുന്ന ഒരു 6 ഒബ്സ്റ്റക്കിൾസ് ഓവർകം ചെയ്യാനുണ്ട്. 6 തടസ്സങ്ങൾ നമുക്ക് മറികടക്കാനുണ്ട്. സോ അതിന് അദ്ദേഹം പറയുന്ന ഒരു ഫിലോസഫി എന്ന് വെച്ചാൽ വി മസ്റ്റ് കൺട്രോൾ ദ തിങ്സ് വിച്ച് കൺട്രോൾസ് അവർ ബിഹേവിയർ വിച്ച് ഇസ് സറൗണ്ടിങ്സ്. നമ്മളുടെ സറൗണ്ടിങ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഇസ് നമ്മൾ, അതായത് നമ്മുടെ പെരുമാറ്റത്തെ കൺട്രോൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, റിയാക്റ്റീവ് ബിഹേവിയർ. റിയാക്റ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊആക്റ്റീവ് ബിഹേവിയർ ഉണ്ട്, റിയാക്റ്റീവ് ബിഹേവിയർ ഉണ്ട്. ഈ പ്രൊആക്റ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ മുൻകൂട്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് പോകുന്ന ഒരവസ്ഥ. എന്നാൽ ആ പ്രൊആക്റ്റീവ് ബിഹേവിയർ നമുക്ക് പലപ്പോഴും വർക്കാവില്ല. നമുക്ക് പലപ്പോഴും വർക്കാന്ന് വെച്ചാൽ ചില സാഹചര്യങ്ങൾ ഒത്തു വരണം. പ്രൊആക്റ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് പ്ലാൻ ചെയ്ത് നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ബിൽഡ് ചെയ്ത് പോകുന്ന അവസ്ഥയാണ്. ഓക്കെ, ഇതാണ് പ്രൊആക്റ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ആ ഒരു കാര്യം നമുക്ക് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറൊരു വഴിയുണ്ട്. ആ റിയാക്റ്റീവ് ബിഹേവിയറാണ്. ചില സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, ചില കമ്മിറ്റ്മെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടി വരും. അധികം ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഡെഡ് ലൈൻ ഉണ്ട് എങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ പറയുക, എക്സാമിന് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ വളരെ അവസാനം അടുത്ത ആ സമയത്ത് എത്തുമ്പോഴാണ് എല്ലാവരും പഠിക്കുക, അല്ലേ? അപ്പോൾ അതൊരു റിയാക്റ്റീവ് ബിഹേവിയറിൻ്റെ ഉദാഹരണമാണ്. ഡെഡ് ലൈൻ അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ അയച്ചേ പറ്റൂ എന്നുള്ളത് കൊണ്ട് ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ എല്ലാം ലാസ്റ്റ് മിനിറ്റിൽ വിട്ട് ചെയ്യുന്ന സ്വഭാവം, അല്ലേ? ഈ ഒരു സ്വഭാവം നമുക്കുണ്ടാകും. അപ്പം അങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു നമ്മളുടെ ലൈഫിൽ എന്ന് വെച്ചാൽ വലിയ ചേഞ്ച് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്വഭാവം നമുക്കറിയാം. നമ്മുടെ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അത് ഒരു കൈൻഡ് ഓഫ് ലാസ്റ്റ് മൊമെന്റിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഡെഡ് ലൈൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ചില സ്ട്രക്ചർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ചില പണിഷ്മെന്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ നല്ല റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. ഇതിനെക്കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇഫ് യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ്, ജസ്റ്റ് കമന്റ് ഡൗൺ RE എന്ന് കമന്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക RE, ജസ്റ്റ് കമന്റ് ഡൗൺ RE. ഐ വിൽ ബി ബാക്ക് ഇൻ എ മിനിറ്റ്. 30 സെക്കൻഡ്സിനുള്ളിൽ ഞാൻ അടിപൊളി ഒരു പോയിന്റ്സ് ആയിട്ട് വരാം. RE എന്ന് എല്ലാവരും കമന്റ് ചെയ്യും. അത് മ്യൂട്ടല്ല. സോ പറഞ്ഞു വന്ന പോയിന്റ് നമുക്കിപ്പോൾ എന്താണ് പറഞ്ഞിരുന്നത്? അൽ സിറ്റ്സ്ലറുടെ കാര്യമാണ് പറഞ്ഞത്, അല്ലേ?
സോ അദ്ദേഹം ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ കുറച്ച് ആൾക്കാരെ എടുത്തിട്ട് ഒരു പരീക്ഷ നടത്തുകയാണ്. ഓക്കെ, അദ്ദേഹം ഒരു പഠനം നടത്തിയിട്ട് അത് ലൈഫിൽ ആൾക്കാരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 6 സോഴ്സിൽ നിന്നുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. എൻഗേജ് ഓൾ 6 സോഴ്സ് ഓഫ് ഇൻഫ്ലുവൻസ്. നമുക്കൊരു ഹാബിറ്റ് ശരിക്കും ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരാളിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ 6 സോഴ്സിലുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ വേണമെന്ന് അദ്ദേഹം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്താണ്. ഒന്നെന്താ വെച്ചാൽ അദ്ദേഹം കണ്ടെത്തിയെന്ന് വെച്ചാൽ മോട്ടിവേഷൻ കാറ്റഗറിയിലാണ്. നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള മോട്ടിവേഷൻ നമുക്ക് ആവശ്യമാണ്, വിച്ച് ഇസ് വിൽ പവർ ആൻഡ് സെൽഫ് മോട്ടിവേഷൻ. ഓക്കെ, സെക്കൻഡ് സോഷ്യൽ മോട്ടിവേഷൻ ആണ്. അപ്ലിഫ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ്, ആസ്ക് ഫ്രണ്ട്സ് ടു ഹെൽപ്പ്. ഫോർ എക്സാമ്പിൾ, സോഷ്യൽ മോട്ടിവേഷൻ ആവശ്യം, പേഴ്സണൽ മോട്ടിവേഷൻ, social motivation, then we also need structural motivation. A system other than people. നമുക്കൊരു റൊട്ടീൻ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു കാര്യങ്ങൾ റൊട്ടീൻ ഉണ്ടാക്കിയെടുക്കുക, ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റിവാർഡ് ചെയ്യാം. പണിഷ്മെൻറ്റ് അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പണിഷ്മെൻറ്റ് കൊടുക്കുക. ബാഡ് ബിഹേവിയർ എക്സ്പെൻസീവ് ആക്കുക. സോ ദിസ് ഈസ് വിൽ പവർ, social, personal motivation, social motivation, structural motivation. 3 മോട്ടിവേഷൻ നമുക്ക് ആവശ്യം. നമ്മുടെയൊക്കെ പ്രോബ്ലം എന്താണ്? നമ്മുടെ മോട്ടിവേഷൻ മാത്രമേ നമ്മളുള്ളൂ. പേഴ്സണൽ മോട്ടിവേഷൻ എല്ലാവർക്കും ഉണ്ട്. ഇതിനെ പറയുന്നവരാണ് വിൽ പവർ അല്ലെങ്കിൽ സെൽഫ് മോട്ടിവേഷൻ. നമ്മൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്നു. നമുക്ക് വേറൊരാൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനോ ഗൈഡ് ചെയ്യാനോ ഇല്ല. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ഈ മോർണിംഗ് ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ എന്താ വെച്ചാൽ മുന്നോട്ട്, അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുമ്പോൾ മുന്നോട്ട് പോകുന്ന റീസൺ എന്താണ്? ബിക്കോസ് യു ഹാവ് എ സെൽഫ് ആൻഡ് പേഴ്സണൽ മോട്ടിവേഷൻ. ഇതെല്ലാവർക്കും ആവശ്യമാണ്. വളരെ ചെറിയ ശതമാനം ആൾക്കാർ, ഒരു 1% ആൾക്കാരൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ 0.1%, വളരെ ബിലോ 1% ആൾക്കാരൊക്കെ ഉള്ളൂ എന്ന് വെച്ചാൽ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സ്വയം ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ അതുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് മോട്ടിവേഷൻ എപ്പോഴും നല്ല സൗഹൃദങ്ങൾ ആവശ്യമാണ്. നല്ല സൗഹൃദങ്ങൾ ആവശ്യമാണ്, നല്ല മെൻറ്റേഴ്സ് ആവശ്യമാണ്, നല്ല കോച്ചുമാർ ആവശ്യമാണ്. വി നീഡ്, ഹ്യൂമൻ ബീയിങ്സ് നീഡ്സ് ദാറ്റ്. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ മോട്ടിവേഷൻ, അപ്പോൾ നമ്മുടെ ചാർജ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമ്മൾ നൽകുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ, നിങ്ങൾ മോട്ടിവേറ്റഡ് ആണ്, നിങ്ങൾ ചാർജ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് വരുന്നു. ബാക്കി സോഷ്യൽ മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ ആ കമ്മ്യൂണിറ്റി പരസ്പരം നിങ്ങളെല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യും. ആ കമ്മ്യൂണിറ്റി നിങ്ങളെ വല്ലാണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു. ദെൻ ആ കമ്മ്യൂണിറ്റി മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതിന് പുറമെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ കമ്മ്യൂണിറ്റി മോട്ടിവേറ്റ് ചെയ്യുന്നു, പ്ലസ് നിങ്ങൾക്ക് നിങ്ങളുടെ മെൻറ്റർ മോട്ടിവേറ്റ് ചെയ്യുന്നു, വിച്ച് ഇസ് ലൈക്ക് അവിടെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടാവും, ഞാൻ നിങ്ങൾക്ക് ആ ലെവലിലുള്ള ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന, പവർ ക്രിയേറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് മോട്ടിവേഷനാണ് അവിടെ നൽകുന്നുണ്ടാവുക. ഹൈലി ചാർജ്ഡ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് ഒരു വൈബ്രൻ്റ് കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ അവിടെ ബിൽഡ് ചെയ്തത്. സോ അതാണ് ഒരു കാര്യം. സോഷ്യൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്, പേഴ്സണൽ മോട്ടിവേഷൻ മീൻസ് നമുക്ക് അപ്ലിഫ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ് വേണം, നല്ല അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പ്. നമുക്ക് ട്രോമയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ വലിയ ചലഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിട്ട് നമുക്ക് വേണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡൗൺ ആയിപ്പോകും. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോട് ഹെൽപ്പ് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കണം. നമ്മൾ ചോദിക്കണം. സോ പേഴ്സണൽ മോട്ടിവേഷൻ ആൻഡ് സെൽഫ് മോട്ടിവേഷൻ ആൻഡ് വിച്ച് ഇസ് ലൈക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തതിന് പുറമെ നമ്മുടെ ഫ്രണ്ട്സിനുണ്ട്. സോ സക്സസ്ഫുൾ ആയിട്ടുള്ള വലിയ ആൾക്കാരൊക്കെ, ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ എടുക്കാം, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മുകളിലേക്ക് എത്തിയിട്ടുള്ള ആൾക്കാരൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ എന്തുണ്ട്? അവർക്കൊക്കെ ഈ സോഷ്യൽ മോട്ടിവേഷൻ നല്ലോണം കിട്ടുന്നുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ മോട്ടിവേഷൻ കുറവാണ്, സോഷ്യൽ മോട്ടിവേഷൻ കുറവാണ്. മനസ്സിലുണ്ട്? അപ്ലിഫ്റ്റിംഗ് ഫ്രണ്ട്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നല്ല മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്രൊഫഷണൽ ഗൈഡൻസ് കിട്ടുന്നുണ്ടാവില്ല. പിന്നെ ഒരു കാര്യമാണെന്ന് വെച്ചാൽ, നമുക്കൊരു സ്ട്രക്ചറൽ സിസ്റ്റം ഉണ്ടാവില്ല മോട്ടിവേറ്റ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഡെഡ് ലൈൻസ് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യും. നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാവില്ല, ഒരു റുട്ടീൻ ഉണ്ടാവില്ല. ഓക്കെ, സോ നമുക്കൊരു കറക്റ്റ് പ്ലാൻ വേണം, ഒരു റുട്ടീൻ വേണം.
ആ റുട്ടീൻ എന്ന് പറയുന്നത് ഇന്ന കാര്യങ്ങൾ ചെയ്ത് പോവുക എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതിനു മുൻപ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ബീറ്റ് പ്രൊക്കാസ്റ്റിനേഷൻ 5 ദിവസത്തെ പ്രോഗ്രാം ചെയ്തു. ആ ബീറ്റ് പ്രൊക്കാസ്റ്റിനേഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആൾക്കാർക്ക് അറിയാം നമ്മൾ എത്രത്തോളം അതിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് പോലെ കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ കൊണ്ടുവരികയും അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട്, ഒരു ടീമായിട്ട് ഇരുന്നിട്ട് ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങളെ ചിയറപ്പ് ചെയ്യാനോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ടീമായിട്ട് ഇരുന്നിട്ട് നിങ്ങളത് ബ്യൂട്ടിഫുൾ ആയിട്ട്, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു പണിഷ്മെന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഇത് ഫോളോ ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ക്ലിയർ ആണോ? ഇത് ഫോളോ ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഓക്കെ, സോ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു റിവാർഡ്സ് സെറ്റ് ചെയ്യാം, വലിയൊരു റിവാർഡ് സെറ്റ് ചെയ്യും. ആ റിവാർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. സോ നെക്സ്റ്റ് വരുന്നത് എന്താണ്? എബിലിറ്റി ഇസ് ലൈക്ക് ഇൻ എ പേഴ്സണൽ ടാലന്റ് ആൻഡ് സ്കിൽസ്. ടാലന്റ് ആൻഡ് സ്കിൽ സെറ്റ്, പേഴ്സണൽ എബിലിറ്റി, സോഷ്യൽ എബിലിറ്റി. പേഴ്സണൽ എബിലിറ്റി എന്താ? പേഴ്സണൽ ടാലന്റ് ആൻഡ് സ്കിൽസ് വിച്ച് ഈസ് ടാലന്റ് ആൻഡ് സ്കിൽസ് എന്താ? പേഴ്സണലായിട്ട് നമ്മളുടെ ലൈഫിൽ നമുക്ക് എന്താ വെച്ചാൽ വലിയ രീതിയിലുള്ള എന്താ പറയുക, ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമുക്ക് ആവശ്യമാണ്. ടാലന്റ് സ്കിൽ സെറ്റ് നമുക്ക് ആവശ്യമാണ്. അടുത്തൊരു ഏരിയ ആണ്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ടാലന്റ് ഉണ്ടാകും, അത് നമ്മളുടെ ഉള്ളിലുണ്ട്. ഇപ്പോൾ മൈൻഡ് പവർ പ്രോഗ്രാമിലൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ട്രാൻസ്ഫർമേഷൻ നടത്തുമ്പോൾ നമ്മുടെ ടാലന്റ്, മെഡിറ്റേഷൻ ഒക്കെ ഡെയിലി ചെയ്യുമ്പോൾ നമ്മുടെ സ്കില്ലും ക്രിയേറ്റിവിറ്റി ഒക്കെ ഡെവലപ്പായി വരും. അങ്ങനെ ടാലന്റ് സ്കിൽ സെറ്റ് നമുക്ക് പുറത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഗൈഡ് ചെയ്യുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ എന്താ വെച്ചാൽ പുറമേ നിന്നുള്ള ഒരാളുടെ ഗൈഡൻസ് കൂടെ വേണം. കാരണം നമുക്ക് എല്ലാ സ്കില്ലും ചിലപ്പോൾ നമ്മളിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അറേഞ്ച് ഷെഡ്യൂൾഡ് മീറ്റിംഗ് ഫോർ അനലൈസിങ് ദ പ്രോഗ്രസ്. അതായത് ഒരു എബിലിറ്റി, മറ്റുള്ളവരുടെ എബിലിറ്റിയും കൂടെ ഉപയോഗപ്പെടുത്തുക, മറ്റുള്ളവരുടെ കപ്പാസിറ്റി കൂടെ ഉപയോഗപ്പെടുത്തുക. ലെവറേജ് അതർ പീപ്പിൾ സ്കിൽ സെറ്റ്. മോട്ടിവേഷൻ നമുക്ക് വേണം, എബിലിറ്റി വേണം. ഈ എബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കപ്പാസിറ്റിയാണ്. നമ്മുടെ കപ്പാസിറ്റി കൂട്ടുക, നമ്മുടെ ടാലന്റ് വർദ്ധിപ്പിക്കുക. നമ്മുടെ ഓൺ ടാലന്റ്, പേഴ്സണൽ ടാലന്റ് വേണം, പേഴ്സണൽ സ്കിൽ സെറ്റ് വേണം. അതാണ് നമുക്കെന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യാനുള്ള കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നത്. ആൻഡ് വേറെ ഒരാളുടെ സോഷ്യൽ ആയിട്ടുള്ള എബിലിറ്റി വേണം. നമുക്ക് എല്ലാ ക്വാളിറ്റീസും നമുക്ക് ഉണ്ടാവില്ല. സോ ഹയർ പീപ്പിൾ, ഗെറ്റ് ഹെൽപ്പ് ഫ്രം പീപ്പിൾ. എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രെയിനർമാർ, കോച്ചുമാർ. ഇതാണ് സച്ചിൻ ടെണ്ടുൽക്കർ ആയിക്കോട്ടെ, വലിയ പ്രൊഫഷണൽ അത്ലറ്റ്സ് ആയിക്കോട്ടെ, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ദേ വിൽ ബി ഹാവിങ് എ മെന്റോർ, ദേ വിൽ ബി ഹാവിങ് എ പേഴ്സൺ ഹു വിൽ ഹെൽപ്പിംഗ് ദം. അവരുടെ ഈ മേഖലയിൽ എന്താ വെച്ചാൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ആൾക്കാരുണ്ടാകും. ഇപ്പോൾ ഫിലിം ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ അതായിട്ട് വരുന്നത് എപ്പോഴും ഡയറക്ടേഴ്സാണ്. ടെക്നിക്കൽ സ്കില്ലുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, നല്ല ഡയറക്ടേഴ്സാണ് നല്ല ആക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ നല്ല ആക്ടേഴ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല കഴിവുള്ള ആക്ടേഴ്സ് വന്നിട്ട് ഇവരോട് കാര്യങ്ങൾ സംസാരിച്ച് പുതിയ കാലഘട്ടം ഇതാണ്, പുതിയ ചേഞ്ച് ഇതാണ്, ഇങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യണം. ദേ വിൽ ബി യൂസിങ് ദ എബിലിറ്റി ഓഫ് ന്യൂ പീപ്പിൾ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുള്ളൂ. അപ്പോൾ അവരെപ്പോഴും റെലവെൻ്റ് ആയിട്ട് നിൽക്കും. സോ ലെവറേജ് അതർ പീപ്പിൾ സ്കിൽ സെറ്റ്. ഇപ്പം ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ വിൽ പവർ ഉണ്ട്. ഓക്കെ, പക്ഷേ ഈ പേഴ്സണൽ വിൽ പവർ മാത്രമല്ല, എനിക്ക് മോട്ടിവേഷൻ ഉണ്ട്, എനിക്ക് എൻ്റെ മെൻറ്റർ ഉണ്ട്. സോ ഐ ഹാവ് മെൻറ്റർ. ആ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് ഞാൻ പോകും. അപ്പോൾ അവിടെ എനിക്ക് എന്താ വെച്ചാൽ സോഷ്യൽ ആയിട്ടുള്ള മോട്ടിവേഷനും കിട്ടും. പ്ലസ് അത് മാത്രമല്ല, ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഈ മെൻറ്ററുമായിട്ട് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള മീറ്റിങ്ങുകൾ ഉണ്ടാകും. എൻ്റെ പ്രോഗ്രസ്സുകൾ ചെക്ക് ചെയ്യും. പ്ലസ് എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ ഹെൽപ്പ് ഞാൻ ഉപയോഗിക്കും. പുതിയ മാർക്കറ്റിൽ ഇപ്പോൾ പുതിയ പുതിയ ആൾക്കാർ വന്നിട്ട് ഞാനൊക്കെ വന്നിട്ട് 15 വർഷമായി. അപ്പോൾ 15 വർഷമായി പുതിയ ആൾക്കാർ വന്നു, പുതിയ പിള്ളേർ സോഷ്യൽ മീഡിയയിലൊക്കെ മാർക്കറ്റിംഗ് ചെയ്യാൻ തുടങ്ങി. ഞാൻ 2012, 13, 14, 15 സമയങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കളിച്ച ഒരാളാണ്. ഓക്കെ, നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ അന്നത്തെ അൽഗോരിതം മനസ്സിലാക്കി അന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഉയർന്നു വന്നത്. പക്ഷേ എനിക്കിപ്പോൾ റെലവൻ്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ അറിവ് കൊണ്ട് നടക്കില്ല. എൻ്റെത് പഴയതാണ്. അപ്പോൾ ഞാൻ പുതിയത് അപ്ഡേറ്റ് ചെയ്യണം. ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നാലും ഞാൻ എത്ര അപ്ഡേറ്റ് ചെയ്താലും വേറെ കുറേ കാര്യങ്ങൾ എനിക്ക് നോക്കാനുള്ളത് കൊണ്ട്, മനസ്സിലാകുന്നുണ്ടോ? ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പുതിയ പിള്ളേരുണ്ട് ഈ ഫീൽഡിലേക്ക് വന്നിരിക്കുന്നത്, വളരെ യങ് ആയിട്ടുള്ള ആൾക്കാർ.
അവർ അടിപൊളിയാണ്. അവർക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് അറിയാം, ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ് അറിയാം. അപ്പൊ അവർക്ക് അറിയാവുന്ന, അവർ നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന പിള്ളേരുണ്ട്. അവരാരാണെന്ന് പെട്ടെന്ന് കണ്ടെത്തിയിട്ട് അവർക്ക് കൊടുക്കേണ്ട പേയ്മെന്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, അവർക്ക് ജോബ് കൊടുക്കുക. അപ്പൊ അങ്ങനെ അവർക്ക് ഈ ജോബ് കൊടുത്തുകൊണ്ട് എന്താ സംഭവിച്ചത്, വീണ്ടും എഗെയിൻ നമുക്ക് എന്താ വെച്ചാൽ തിരിച്ചു വരാൻ, മാർക്കറ്റിന്റെ ട്രെൻഡ് മനസ്സിലാക്കാനും നമ്മുടെ കപ്പാസിറ്റി കൂടും. നമ്മുടെ അറിവ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനില്ല, നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനില്ല. ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആകുന്നത് ഈ പറഞ്ഞിരിക്കുന്ന തിയറി നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആണ്. സോ മോട്ടിവേഷൻ പേഴ്സണൽ, സോഷ്യൽ ആൻഡ് സ്ട്രക്ചറൽ. അടുത്ത സ്ട്രക്ചറലായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു സാധനമാണെന്ന് വെച്ചാൽ, ഇൻസ്പേസ് അക്കാഡമി ഇത്രയും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ സ്ട്രക്ചർ. എല്ലാ ദിവസവും മോർണിംഗിൽ മെഡിറ്റേഷൻ നടക്കണം. എല്ലാ ദിവസവും മനസ്സിലാകുന്നുണ്ട്, എല്ലാ ദിവസവും മോർണിംഗിൽ മെഡിറ്റേഷൻ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്ത് പോകണം. എല്ലാ ദിവസവും മോർണിംഗിൽ ക്ലാസ്സസ് പോകണം. എല്ലാ ദിവസവും ടീം മീറ്റിംഗ് നടക്കണം. എല്ലാ ദിവസവും കോണ്ടന്റ് ജനറേറ്റ് ചെയ്യണം. എല്ലാ ദിവസവും ഇങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഈ സെർട്ടൻ തിങ്സ് കറക്റ്റായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കുറേ റിസൾട്ട് ജനറേറ്റ് ചെയ്യപ്പെടും. നമുക്ക് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ. എന്താ, നമ്മൾ പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് എത്തുക, വിച്ചസ് ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തുക ഒന്ന്. അതിൻ്റെ കൂടെ തന്നെ ആ എത്തുക എന്ന് പറയുന്നതിൽ എന്താ വെച്ചാൽ, പോയിന്റ് എയിൽ നിൽക്കുമ്പോൾ വി ഡോണ്ട് ഹാവ് സം റിസൾട്ട്, ആൻഡ് പോയിന്റ് ബിയിൽ എത്തുമ്പോൾ വി ആർ ക്രിയേറ്റിംഗ് സം റിസൾട്ട്. ആ റിസൾട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. ആ റിസൾട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്, നമ്മൾ ആ സമയത്ത് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ആ റിസൾട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ക്ലിയർ ആണോ? യാ. സോ ആ ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം, ബ്യൂട്ടിഫുൾ ആയിട്ട് അതിന് വേണ്ട ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. ആ സ്ട്രക്ചറാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്കിൽ പവർ ഓവർ വിൽ പവർ എന്ന് പറയുന്നത്. വിൽ പവർ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ നമുക്ക് സ്കിൽ പവർ ഉണ്ടാക്കാം. എന്താണ് സ്കിൽ പവർ? ഇതാണ് സ്കിൽ പവർ. ഈ ഒരു സ്കിൽ സെറ്റ് അല്ലെങ്കിൽ ഓവറോൾ ഈ ഒരു സംഗതി നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൽ സെറ്റ്, മറ്റുള്ളവരുടെ സ്കിൽ സെറ്റ്, നമ്മുടെ മോട്ടിവേഷൻ, മറ്റുള്ളവരുടെ മോട്ടിവേഷൻ, സ്ട്രക്ചറൽ മോട്ടിവേഷൻ, സ്ട്രക്ചറൽ സ്കിൽ സെറ്റ്, അതാണ് സ്ട്രക്ചറൽ സ്കിൽ സെറ്റ്. അറ്റൻഡ് എ ട്രെയിനിങ് വീക്ക്ലി ബേസിസ്, ഗെറ്റ് എ കോഴ്സ്, റീഡ് എ ബുക്ക്. മറ്റുള്ള ഇപ്പം വ്യക്തികളല്ലാത്ത അറിവ് കിട്ടുന്ന കുറേ സംഗതികളുണ്ട്. കഴിവ് ഡെവലപ്പ് ആകുന്ന കുറേ പ്രാക്ടീസസ് ഉണ്ട്. ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് പോവുക, ഓക്കെ, ഒരു ട്രെയിനിങ് പ്രോഗ്രാം പങ്കെടുക്കുക, ഒരു കോഴ്സിൽ അറ്റൻഡ് ചെയ്യുക, ഒരു കോച്ചിന്റെ ഹെൽപ്പ് എടുക്കുക, ഒരു പേഴ്സണൽ ട്രെയിനറുടെ ഹെൽപ്പ് എടുക്കുക, ഒരു ബുക്ക് വായിക്കുക. ജസ്റ്റ് റീഡ് എ ബുക്ക് ആൻഡ് ഈ എൻഗേജ് ഓൺ ദിസ് സോഴ്സ് ഓഫ് ഇൻഫ്ലുവൻസ്. ചാർജ് എന്ന് പറയുന്ന പ്രോഗ്രാം ഇതെല്ലാം കൂടെ വരുന്ന സാധനം. അതിലൊരു 14 ദിവസത്തേക്കുള്ള what is charge എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, provide weekly 2-hour offline basic transformation training programs to enable ordinary people. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ് പ്രോഗ്രാമാണ് 2 മണിക്കൂർ ഓഫ്ലൈൻ ആയിട്ട് കൊടുക്കുന്നത്. ടു മെയിൻറ്റെയിൻ ദർ മോട്ടിവേഷൻ ആൻഡ് എനർജി കൺസിസ്റ്റൻ്റ്ലി, അവരുടെ എനർജി മോട്ടിവേഷൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും, ടു ഡെവലപ്പ് സക്സസ് ഹാബിറ്റ്സ് ആൻഡ് സ്കിൽ സെറ്റ് ടു അച്ചീവ് ദർ ഷോർട്ട് ടേം ഗോൾസ്. ഷോർട്ട് ടേമിൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഗോളുകളുണ്ട്. ആ ഗോളുകൾ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കിൽ സെറ്റ്, ഹാബിറ്റ്സ്, ഇതെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി ഹൈ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോഗ്രാമാണ്. ടു ബ്രിങ് സെൽഫ് ഡിസിപ്ലിൻ, നിങ്ങൾക്ക് സെൽഫ് ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഇഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് സ്കിൽ സെറ്റ്, നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ടൈം മാനേജ്മെന്റ് സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ദെൻ വി വിൽ ബി ഹാവിംഗ് LTC സർവീസ്, വിച്ച് ഇസ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കൾച്ചർ സർവീസ്. ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കൾച്ചർ എന്ന് പറയുന്ന സർവീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിച്ച് ഇസ് എന്താണ് LTC, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കൾച്ചർ എന്ന് പറയുന്നത്, വിച്ച് ഇസ് ചാർജ് കൾച്ചർ എന്നാണ് പറയുക. അപ്പോൾ ടു ബ്രിങ് സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് സ്കില്ലും എഫക്റ്റീവ് ആയിട്ടുള്ള സെൽഫ് ഡിസിപ്ലിനും നമുക്ക് ബിൽഡ് ചെയ്തെടുക്കും. ഇതിൽ ഒരു സെൽഫ് ഗവേണിംഗ് ആൻഡ് റണ്ണിങ് കമ്മ്യൂണിറ്റി, ഇതിന്റെ പ്രത്യേകത നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യും. സെൽഫ് ഗവേണിംഗ് ആണ്, ഞാനല്ല അത് റൺ ചെയ്യാൻ, അവിടെയുള്ള ആ പങ്കെടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും, റൺ ചെയ്യാൻ തുടങ്ങും. അവിടെ നമ്മൾ ലീഡേഴ്സിനെ ബിൽഡ് ചെയ്തെടുക്കും. അവിടെ നമുക്ക് ലീഡേഴ്സ് ഉണ്ടാവും, ആ ലീഡേഴ്സ് എന്ത് ചെയ്യും, ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. ആൻഡ് കമ്മ്യൂണിറ്റി വേർ പീപ്പിൾ ഹെൽപ്പ് ഈച്ച് അതർ ടു റീച്ച് ദർ ഗോൾസ്. അവിടെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും, അവരെ പരസ്പരം അവരുടെ ഗോളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കും ഈ കമ്മ്യൂണിറ്റിയിൽ.
And then there will be a chairman, there will be a core team, there will be leaders, volunteers, well-wishers, buddy coaches and resource people. ഇങ്ങനെ അടങ്ങുന്ന ഒരു വലിയൊരു ഇതെല്ലാം ഈ മെമ്പേഴ്സിൽ നിന്ന് തന്നെയാണ്. മനസ്സിലാകുന്നുണ്ടോ? കോർ ടീം മെമ്പേഴ്സ് ഉണ്ടാകും. ഈ കോർ ടീം മെമ്പേഴ്സ് there will be a leader. A leader will be like the main person of that community. അവിടെ കാര്യങ്ങൾ റിസോഴ്സും കാര്യങ്ങളും സംഗതികളും ആ ഒരു ചെയർമാൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, അവിടെ നിൽക്കുന്നു. അതിന് പുറമെ കോർ ടീം ഉണ്ടാവും, ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ടീം. ദെൻ ലീഡേഴ്സ് ആൻഡ് വളണ്ടിയേഴ്സ് ഉണ്ട്. അവിടെ ലീഡേഴ്സ് ഉണ്ടാകും, വളണ്ടിയേഴ്സ് ഉണ്ടാകും. ദെൻ വെൽ വിഷേഴ്സ് ഉണ്ടാകും. ദെൻ ബഡി കോച്ചസ് ഉണ്ടാകും. ദെൻ റിസോഴ്സ് പീപ്പിൾ ഉണ്ടാകും. ഇത്രയും ആൾക്കാർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കമ്മ്യൂണിറ്റി കൂടിയാണ്. ഇത്രയും ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, പുതിയ ട്രെയിനർമാരാകാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൈഡൻസ് കൊടുക്കാൻ പറ്റും, സപ്പോർട്ട് കൊടുക്കാൻ പറ്റും, വെൽവിഷേഴ്സ് ആകാൻ പറ്റും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുന്ന പോലെ തന്നെ മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ 1-to-1 വിസിറ്റ് നടത്തും. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബഡി ലേണറെ തരും. നിങ്ങളുടെ ഒരു ബഡി എന്താ പറയുക, ഹാബിറ്റ് ബിൽഡർ എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്ക് പരസ്പരം ഒരു സുഹൃത്തിനെ തരും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം, ആഴ്ചയിൽ ഒരിക്കൽ വിസിറ്റ് ചെയ്യണം. ഇത് ഒരാഴ്ചയിൽ ഒരാളെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച പിന്നീട് വേറൊരാളെ വിസിറ്റ് ചെയ്യണം. എങ്ങനെ ഓൺലൈനിലുണ്ടോ? ഇത് നിലവിൽ ഓൺലൈനിൽ ഇല്ല, അത് ഓഫ്ലൈനിലുള്ളൂ. ചാർജ് പ്രോഗ്രാം. ഓൺലൈനിൽ നമുക്കിത് ചെയ്യുന്നില്ല. ഓൺലൈനിൽ നമുക്ക് ഇതിന്റെ വേറെ വേർഷൻ ഉള്ളത്, ബിസിനസ് ക്ലബ് ഉള്ളത്, 1% ക്ലബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓൺലൈനിലുണ്ട്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 1% ക്ലബ് എന്ന് പറയുക. ഇത്തവണ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കൂടുതലും ബിസിനസ് ചെയ്യാനും ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരെ തന്നെയായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വരാം, നിങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പോകാം. പക്ഷേ ഈ പ്രോഗ്രാം കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത്, ടാർഗറ്റ് ചെയ്യുന്ന ബിസിനസ്സുകാരെ തന്നെയാണ് ഓഫ്ലൈനിൽ. ഇതിന്റെ ടൈം വരുന്നത് വൈകുന്നേരം 7 മണി മുതൽ 9 മണി 9:30 വരെ ഉണ്ടാകും. അതൊരു വേറെ ലെവൽ പ്രോഗ്രാം ആണ്. അവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാല് സ്ഥലം കോഴിക്കോട് വെച്ചിട്ടാണ്. കോഴിക്കോട് വുഡീസ് ഹോട്ടലിൽ വെച്ചിട്ടാണ്. വൈകുന്നേരമാണ്. ഇതെല്ലാ ആഴ്ചയിലും നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്ത് കൊണ്ടുപോകും. എല്ലാ ബുധനാഴ്ചയും വരിക. എന്നിട്ട് ഇതിൽ എന്താ വെച്ചാൽ, ഇതിൽ നമ്മളൊരു കുറച്ച് സെൽഫ് ഡിസിപ്ലിൻ ഹാബിറ്റ്സുകൾ നിങ്ങൾക്ക് ഫോം ചെയ്തു തരും. ആ ഫോം ചെയ്തു തരുന്ന ഹാബിറ്റ്സ് നിങ്ങൾ ഫോളോ ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഒരു മത്സരം ഉണ്ടാവും, ഒരു ഗെയിമിഫിക്കേഷൻ ഉണ്ടാവും. അതിൽ വിൻ ചെയ്യുന്ന ആൾക്കാർക്ക്, പരാജയപ്പെടുന്ന ആൾക്കാർക്ക് പണിഷ്മെന്റ് ഉണ്ടാകും, ഫൈൻ ഉണ്ടാകും. വിൻ ചെയ്യുന്ന ആൾക്കാർക്ക് അതിനുള്ള റിവാർഡ്സ് ഉണ്ടാവും. ആർക്കാണ് പണിഷ്മെന്റ് കിട്ടിയത് അവരുടെ പൈസ ഉപയോഗിച്ചിട്ട് വിൻ ചെയ്യുന്ന ആൾക്കാർക്ക് റിവാർഡ് കൊടുക്കും. മനസ്സിലായോ? സോ അടിപൊളി പ്രോഗ്രാമാണ്. ഇറ്റ് വിൽ ബി അമേസിങ്. അത് ഭയങ്കര ഗെയിമിഫിക്കേഷൻ ആണ്. അത് മാത്രമല്ല, ആ പ്രോഗ്രാമിൽ ഞാൻ ക്ലാസ് എടുക്കുന്ന രീതിയെല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇറ്റ്സ് നോട്ട് നോർമൽ. ഇങ്ങനെ ഒരു നോർമൽ രീതിയല്ല, ഭയങ്കര ഹൈലി പവർഫുൾ ആയിട്ടുള്ള, അത് നമ്മൾ പറയാം എങ്ങനെയാണ്, ആ ബിൽഡിങ്ങിനെ പിടിച്ചു കുലുക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അതെല്ലാവരും കൂടെ കൂടിയിട്ടാണ് പിടിച്ചു കുലുക്കുക. സോ ഇതിന് മുമ്പ് പറഞ്ഞല്ലേ ഇൻഫ്ലുവൻസറിന്റെ ഒരു ക്ലാസ് ഉണ്ട്, അതിന്റെ എന്താ ഓൺലൈനിൽ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഏതാണ് ക്ലാസ്? ഇൻഫ്ലുവൻസർ വേണ്ടി പേഴ്സണൽ ബ്രാൻഡ് എല്ലാം ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇൻഫ്ലുവൻസറിന്റെ ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു മുമ്പ്. പക്ഷെ അതിന്റെ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല. ഇൻഫ്ലുവൻസറിന്റെ ക്ലാസ്സോ? ഇൻഫ്ലുവൻസർ അല്ലല്ലോ, ട്രെയിനേഴ്സിന്റെ അല്ലേ, കോച്ചുമാരാണ്. കോച്ചിങ്ങിന്റെ ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു, അത് ഒരു ബാച്ച് കഴിഞ്ഞല്ലോ. വി ഹാവ് കംപ്ലീറ്റഡ് എ ബാച്ച്. അതിന്റെ അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂസ് മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് ബാച്ച് ഐ തിങ്ക് ഇറ്റ് വിൽ ബി കമ്മിങ് ദിസ് മന്ത്. ലാസ്റ്റ് സ്റ്റേജിൽ വരുമായിരിക്കും വീണ്ടും. ഓക്കെ, ഓൺലൈനിലാണോ ഫുള്ള്? അത് കംപ്ലീറ്റ്ലി ഓൺലൈൻ. അത് ഓൺലൈനിലാണ് ചെയ്യുന്നത്. ആ പ്രോഗ്രാം കംപ്ലീറ്റ്ലി ഓൺലൈനിലാണ്. ഓൾറൈറ്റ്. സോ ചാർജ് പ്രോഗ്രാം കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആണ്. അത് ഓഫ്ലൈൻ, അതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനമാണ്. അത് ഈ സിനിമയ്ക്ക് ഇറങ്ങുമ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പറഞ്ഞ മാതിരി ഒരു മെഗാ മാസ് പരിപാടിയാണ്. നിങ്ങൾ വരണം, വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഗതിയാണ്. അവിടെ ഞാനല്ല, വേറെ ഒരാളെ കാണാം. അത് ഒരു വിളയാട്ടമാണ് അവിടെ ഉണ്ടാവാറുള്ളത്. അത് അതിനായിട്ടുള്ളൊരു പ്രോഗ്രാം. അത് അങ്ങനെ ഒരു പ്രത്യേക കൾച്ചറിൽ പോകുന്ന ഒരു പ്രോഗ്രാമാണ്. അതിന് പ്രത്യേക സ്വഭാവമുണ്ട്. സാധാരണ നോർമൽ ട്രെയിനിങ് ഒന്നുമല്ല. അപ്പം അതിനൊക്കെ പ്രിപ്പയർഡ് ആയിട്ട് വരിക. അവിടെ നിങ്ങളുടെ സകല ലിമിറ്റും ബിലീഫും പൊട്ടിച്ച് കളയുന്ന പരിപാടിയാണ്. അപ്പോൾ വരുന്നവർക്ക് പ്രത്യേകിച്ച് വാണിംഗ് ഉണ്ട്. ആ വാണിംഗ് എന്താ വെച്ചാൽ, പൊട്ടിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം വരിക, പേടിയുള്ളവർ വരരുത്. ഏത് ഇങ്ങനെ, അതായത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ
യുവർ ലൈഫ് വിൽ ബി ചേഞ്ച്ഡ് ലൈക്ക് എനിത്തിങ്. അപ്പോൾ അവിടെ പൊട്ടിച്ചിരികൾ ഉണ്ടാകും, അവിടെ ചിരി തെറാപ്പി ഉണ്ട്. അപ്പോൾ ഈ ലോഫിംഗ് തെറാപ്പി എന്ന് പറയുന്ന വേറെ ലോഫിംഗ് തെറാപ്പി അല്ല. നിങ്ങൾ ചിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചിരിച്ചു പോകുന്ന കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നിങ്ങളെന്ന് പറയുന്ന പല തലങ്ങളിലൂടെ കടത്തിവിടുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറെ ലെവൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് കൊണ്ടുപോകുന്ന പ്രോഗ്രാമാണ്. ആൻഡ് ചില സെഷനുകളിൽ ഇപ്രാവശ്യം EFT കൂടെ നമ്മൾ ആഡ് ചെയ്യും. സം കൈൻഡ് ഓഫ് EFT പ്രാക്ടീസസ് വിൽ ബി ആൾസോ ദെയർ. അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള പല കൈൻഡ് ഓഫ് എന്താ പറയുക, ഇറ്റ്സ് എ വെരി എക്സൈറ്റിംഗ് പ്രോഗ്രാം. ഐ എം റിയലി എക്സൈറ്റഡ് ഫോർ ദാറ്റ്. സോ ഐ എം പ്രിപ്പയറിങ്. ഞാൻ ചാർജിന് വേണ്ടിയിട്ട് ഇനി ഇത്ര ദിവസമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പം ലാസ്റ്റ് ഫൈനൽ പ്രിപ്പറേഷൻ ഇന്നും നാളെയും ഇരിക്കണം. ഇരുന്നിട്ട് അതിനൊരു ഫൈനൽ സാധനമാക്കിയിട്ട് പുതിയ കുറേ അപ്ഡേറ്റ്സുകളുമായിട്ട് ചാർജ് പ്രോഗ്രാം ലോഞ്ച് ചെയ്യാൻ പോകണം. സോ ഫീ എത്രയാണ് വരുന്നത് അല്ലേ? ഫീ പ്രോഗ്രാം എല്ലാ ബുധനാഴ്ചയാണ് നടക്കുന്ന പ്രോഗ്രാം. ഫീവിൻ്റെ ഇപ്പോൾ നമ്മൾ അതിന് ഫിക്സ് ചെയ്തിരിക്കുന്ന ഫീ എന്ന് പറയുന്നത്, അതിൻ്റെ ആക്ച്വൽ ഫീ എന്ന് പറയുന്നത് 1499 രൂപയാണ്. പക്ഷേ നമ്മൾ അതായത് അതാണ്. പക്ഷേ ഈ വരുന്ന എന്താ പറയുക, ഈ 5-ാം തീയതിയാണ് പ്രോഗ്രാം നടക്കുന്നത്. ആ പ്രോഗ്രാമിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് 799 രൂപയാണ്. 799 രൂപ. സോ 799 രൂപ നിങ്ങൾ അടയ്ക്കുക, പ്രോഗ്രാമിലേക്ക് വരിക. നോ ഡൗട്ട് ഇറ്റ് വിൽ ബി എ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ഫോർ യു. ഓക്കെ, സോ അതിലേക്ക് വരിക. അവിടെ ആഴ്ചയിൽ ഒരുമിച്ച് കൂടിയിട്ട് നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോഗ്രാമാണ്. യൂട്ടിലൈസ് ഇറ്റ്. ചെറിയ പേയ്മെൻറ്റേ ഉള്ളൂ. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. 750 രൂപ വലിയൊരു എമൗണ്ട് ആയിട്ട് നിങ്ങൾ കാണരുത്. വരിക, നിങ്ങൾ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. ഓക്കെ, അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും. ഓരോ വീക്കും ഇല്ലേ, 3 മാസം. യെസ്, ഓരോ വീക്കും ഉണ്ട്. ഡെഫിനറ്റ്ലി ഓരോ വീക്കിനും ഓരോ പേയ്മെൻറ്റ് വരും. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. പക്ഷേ അത് നമ്മൾ ആ ഹോട്ടൽ എക്സ്പെൻസ് ആണ്, നമുക്കത് ചെയ്യല്ലാതെ വേറെ വഴിയില്ല. ദാറ്റ് വിൽ ബി ദർ. സോ നിങ്ങൾ വരിക. അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. അതൊക്കെ നിങ്ങൾ ഒരൊറ്റ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു പേയ്മെൻ്റ് ഒന്നുമല്ല. രണ്ടാമത്തത്, നിങ്ങൾ എങ്ങനെയെങ്കിലും പേയ്മെൻറ്റ് സംഘടിപ്പിച്ചടത്തും. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോഴേക്കും കൂടുതൽ പൈസ ഉണ്ടാക്കാനുള്ള ലെവലിലേക്ക് നിങ്ങളെ മാറ്റും. കാരണം ഈ പ്രോഗ്രാം പ്യൂർലി മണി മേക്കിംഗ് പ്രോഗ്രാമാണ്. പണം ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന പ്രോഗ്രാമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ചാർജ് ദിസ് ടൈം ബിസിനസ് ഓറിയൻറ്റഡ് ആണ്. ഓക്കെ, ബിസിനസ് ഓറിയൻറ്റഡ് ആണ്. നിങ്ങൾ പൈസ ഉണ്ടാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പണം മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വരിക, അല്ലാത്തവരവിടെ വരരുത്. ഓക്കെ, അപ്പോൾ മണി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരണം. പിന്നെ ട്രാൻസ്ഫോർമേഷൻ താല്പര്യമുള്ളവർക്ക് വരാം. അവിടെ നിങ്ങൾക്ക് വന്നാൽ വേറെയും കുറേ കാര്യങ്ങൾ ട്രാൻസ്ഫോർമേഷൻ നടക്കും. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആകെ മാറും. അപ്പോൾ നിങ്ങൾ വന്ന് നോക്കൂ. ആ ഒരു സമയം ആ സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നിങ്ങൾ വീട് ഇത് കാലമൊക്കെ മാറി. ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് കാലമൊക്കെ മാറി. നിങ്ങൾക്ക് ആ സമയം വീട്ടിലേക്ക് എത്താൻ കഴിയില്ല. ഐ ഡോണ്ട് കെയർ. എനിക്കതിനൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും എത്തുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഡേറ്റ് 5-ാം തീയതി, എല്ലാ ബുധനാഴ്ചയും. ഇനി ഇവിടുത്തെ അങ്ങോട്ടുള്ള എല്ലാ ബുധനാഴ്ചയും നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഫസ്റ്റ് നടത്തുന്നത് ഈ വരുന്ന 5-ാം തീയതിയാണ്. അപ്പോൾ അതിലെ ആ പ്രോഗ്രാം വിജയിക്കുന്നതിനനുസരിച്ചാണ് പിന്നീട് അവിടെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അത് അവിടെ വരുന്ന ആൾക്കാർ പറയുകയാണ്, ഓക്കെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ചെറിയ ഫീ ഇടുന്നത്, കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഫീ പറഞ്ഞല്ലോ 799 രൂപ. സോ നിങ്ങൾ എന്ത് പ്രോഗ്രാമിലേക്ക് വരിക. പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വലിയ രീതിയിലുള്ള ഷിഫ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. സോ ടീച്ച് യു ടു ഗെറ്റ് ക്ലാരിറ്റി ഓൺ ദ ഫണ്ടമെന്റൽസ് ഓഫ് ലൈഫ് സക്സസ്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വാല്യൂ എന്താണെന്നറിയോ? മാസത്തിൽ നിങ്ങൾ ഒരു ഫുൾ ഡേ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന വാല്യൂ, നിങ്ങൾ 4 സെഷൻസ് അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും മാസത്തിൽ നിങ്ങൾ ഒരു 2 പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഫുൾ ഡേ അല്ല, 2 ഡേ പ്രോഗ്രാം, 2 ഡേ കോച്ചിങ്ങിലൂടെ നിങ്ങൾ കടന്നു പോകണം. വിച്ച് കോസ്റ്റ് അറൗണ്ട് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരു 10,000 രൂപ വാല്യൂ ഉള്ള, മിനിമം 10,000 രൂപ വാല്യൂ ഉള്ള പ്രോഗ്രാം നിങ്ങൾക്ക് 3,000 രൂപയുടെ വാല്യൂവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 2 ഡേ പ്രോഗ്രാം എവറി മന്ത് അച്ചീവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റിലൂടെ കിട്ടും. അപ്പോൾ അതിൻ്റെ ലാഭം നിങ്ങൾ നോക്കേണ്ടത് അതാണ്. വെറും 3,000 റുപ്പീസിന് മന്ത്ലി എന്താ പറയുക 4 പ്രോഗ്രാംസ് ലഭിക്കുകയാണ്. ഓക്കെ, സോ ലൈക്ക് പെർ പ്രോഗ്രാമിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ പ്രോഗ്രാമിനും നിങ്ങൾ വരണമെന്നില്ല. എല്ലാ പ്രോഗ്രാമിനും വന്നു കഴിഞ്ഞാലാണ് അതിൻ്റെ റിസൾട്ട് ഉള്ളൂ. 90 ഡേയ്സ് കണ്ടിന്യൂസ് ചെയ്താൽ. പക്ഷേ നമ്മൾ നിർബന്ധം പിടിക്കില്ല. നിങ്ങൾക്ക് വന്നില്ല എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമില്ല. മനസ്സിലാവുന്നുണ്ടോ? നിർബന്ധമൊന്നുമില്ല. 3,000 ഫുൾ പേയ്മെൻറ്റ് അടയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു മാസത്തേക്ക് കംപ്ലീറ്റ്ലി
അങ്ങനെയില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഓരോ പ്രോഗ്രാമിനും വരിക, ലൈഫ് ചേഞ്ച് ചെയ്യും. ചില ആൾക്കാർ എന്താ വെച്ചാൽ ഒരു പ്രോഗ്രാമിന് വന്നു, അടുത്ത് പിന്നീട് ചിലപ്പോൾ സെക്കൻഡ് വീക്കിലായിരിക്കും വരുന്നുണ്ട്. ദാറ്റ്സ് ഓക്കെ, ചിലപ്പോൾ വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ നിർബന്ധിക്കും, നമ്മൾ എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കണം. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് വിന്നേഴ്സ് ആയിട്ട് വരിക. ദാറ്റ്സ് മീൻസ് സോൾ ലെവൽ അപ്ലിഫ്റ്റിംഗ് പറ്റുമല്ലേ സാർ? വിജയിക്കും ഡെഫിനറ്റ്ലി സാർ. ഓക്കെ, സോ സോൾ ലെവൽ അപ്ലിഫ്റ്റിംഗ് പറ്റും. ഇത് നിങ്ങൾ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, സോൾ ലെവൽ അപ്ലിഫ്റ്റിംഗ് ആണ്, ബട്ട് ബിസിനസ് ഓറിയന്റഡ് ആണ്. ഇറ്റ്സ് പ്യൂർലി ബിസിനസ് ഓറിയന്റഡ് ആണ്. പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ അതിൽ നടക്കും, വലിയ രീതിയിൽ നിങ്ങൾക്ക് ഷിഫ്റ്റ് നടക്കും, വലിയ രീതിയിൽ ചേഞ്ച് നടക്കും. ബട്ട് ഇറ്റ്സ് ആൾസോ ബിസിനസ് ഓറിയന്റഡ് എന്ന് കൂടെ ഞാൻ മുൻകൂട്ടി പറയുകയാണ്. ബിസിനസ്സുകാരെ കൂടുതൽ ഉദ്ദേശിച്ചുകൊണ്ടാണ്. കാരണം അതിലെ ടോപ്പിക്സുകൾ മുന്നോട്ട് പോകും തോറും തുടക്കത്തിൽ കുറച്ച് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും പിന്നെ അത് കൂടുതലും എന്താ വെച്ചാൽ ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകളിലേക്കും പോകും. പ്ലസ് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനും വരും. എല്ലാത്തിൻ്റെ ഒരു മിക്സ് ഉണ്ടാവും, രണ്ടിനും മിക്സ്. അപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഹീലായി കഴിഞ്ഞാൽ പ്രശ്നം എന്താ? ഹീലിംഗ് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഹീലിംഗ് നമുക്ക് ആവശ്യമുണ്ട്. ഹീലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനമാണ് പണം, സമ്പത്ത് ആവശ്യമാണ്. ഈ സമ്പത്തില്ലായ്മ ഒരുപാട് ട്രോമ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. യെസ് ഓർ നോ? പണമില്ലായ്മ ഒരുപാട് ട്രോമ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല പണം ഉണ്ട് എങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ തീരും, ഒരുപാട് ട്രോമ ഉണ്ടാവില്ല. പണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നല്ല ചികിത്സിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പണമില്ലാത്തടത്ത് നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട്. സോ യു നീഡ് മണി. സോ ഹു ഈസ് എക്സൈറ്റഡ്? ആരൊക്കെ വരാൻ താല്പര്യപ്പെടുന്നുണ്ട്? മീ എന്ന് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് കമൻറ്റ് ഡൗൺ മീ. താല്പര്യപ്പെടുന്ന ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യുക. ചാർജ് പ്രോഗ്രാമിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഫാത്തിമ ഷെൻ പറയുന്നു. വെരി ഗുഡ്. ടൈമിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളുടെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ചോദിക്കുന്നുള്ളൂ, എല്ലാ ദിവസവും ഒന്നുമില്ല. ആഴ്ചയിൽ ഒരു ദിവസം കം ആൻഡ് അറ്റൻഡ്. തൃശ്ശൂരിൽ നിന്ന് ആൾക്കാർ വരാറുണ്ട്. കഴിഞ്ഞ പ്രോഗ്രാമിന് ചാർജ് 2018 ഞാൻ ഈ പ്രോഗ്രാം ചെയ്തത്. ഞാൻ ഇതിൻ്റെ ഒരു രസം പറഞ്ഞുതരാം. ഭയങ്കരമായിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്. 2018 ചാർജ് എന്ന് പറയുന്ന പ്രോഗ്രാം ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ആ പ്രോഗ്രാമിൽ നിന്ന് ഒരുപാട് ലീഡേഴ്സ് പുറത്തു വന്നു. അതിലെ പ്രധാനപ്പെട്ട ഒരു ലീഡറാണ്, അന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ലീഡറിൽപ്പെട്ട ഒരു ലീഡറാണെന്ന് വെച്ചാൽ സോയ ബാത്ത്വെയർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ പല സ്ഥലത്തും കാണുന്നുണ്ടാവും. അദ്ദേഹം ഇന്നിപ്പോൾ എന്താ പറയുക, കോടികളുടെ ബിസിനസ് അല്ലെങ്കിൽ എന്താ പറയുക കൈൻഡ് ഓഫ് ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഷിഹാബ് എന്നാണ് ആളുടെ പേര്. അദ്ദേഹത്തിന് 11ഓളം ബ്രാഞ്ചുകൾ ബിസിനസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, വേറെയുള്ള ആൾക്കാരെന്താ വെച്ചാൽ സാധാരണ ഒരാളെന്ന് വെച്ചാൽ ഇങ്ങനെ ഡ്രഗ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉപയോഗിച്ച് പോയിരുന്ന ഒരാൾ കംപ്ലീറ്റ്ലി ബിസിനസ്സിലേക്ക് വന്ന് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള ആൾ. വേറെ 100 കോടിയുടെ ഒരു സ്റ്റോർ എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങി 100 കോടിയുടെ ഒരു ബിസിനസ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ദെൻ സ്പീക്കീസി എന്ന് പറയുന്ന കമ്പനി അനസ്, അങ്ങനെ ഒരുപാട് പേരുടെ സ്റ്റോറീസ് ഉണ്ട്. ഷമീറ ബുഹാരി എന്ന് പറയുന്ന ഒരു ട്രെയിനർ നിങ്ങൾക്കറിയാം. പുള്ളിക്കാരി ആദ്യമായിട്ട് വരുന്നത്, അതേ ഒരു വുമൻസ് ക്ലാരിറ്റി കോച്ചാണ്. പുള്ളിക്കാരി ആദ്യമായിട്ട് ചാർജിലാണ് വരുന്നത്. മിൻഹ ഫാത്തിമ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മിൻഹ ഫാത്തിമ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടോ? ഷീസ് എ ചാർജ് സ്റ്റുഡൻറ്റ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ചാർജ് പ്രോഗ്രാം ഭയങ്കര പവർഫുള്ളാണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്യും. മിൻഹ ഫാത്തിമ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും, പിന്നെ പുറത്തേ പോകണോ? ദുബായിലേക്ക് പോകണം, എന്താ ചെയ്യാൻ പറ്റുക? ദുബായിൽ നമുക്ക് വരാം, നമുക്ക് ദുബായിലൊക്കെ ചാർജ് സംഘടിപ്പിക്കാം. ഓക്കെ, വി ബിൽഡ് എ കമ്മ്യൂണിറ്റി എവറിവെയർ. ഓക്കെ, സൗദിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ വിൽ ഓൾസോ ബിൽഡിംഗ് ദാറ്റ്. നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും. ദിസ് ടൈം ഖത്തറിലുണ്ടോ? ഖത്തറിൽ ചെയ്യാൻ നമുക്ക്, ഞാൻ പറയുന്നത് നമ്മളിത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ബിൽഡ് മെനി പ്ലേസസ്. നമുക്ക് നോക്കാം. നിങ്ങളുടെ ഓരോ രാജ്യങ്ങളിൽ നിന്നും അതിന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഐ ആം റെഡി ടു കം ആൻഡ് ഡു ദ പ്രോഗ്രാം. മനസ്സിലാകുന്നുണ്ടോ? എനിക്കതിന് ഹെൽപ്പ് വേണം, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. അതാ ഞാൻ പറയുന്നത്, ഇത് ഞാൻ നടത്തുന്ന ഒരു പ്രോഗ്രാം അല്ല, അതിലെ മെമ്പേഴ്സ് നടത്തുന്ന പ്രോഗ്രാം. ഓക്കെ, എനിക്കത് റിസോഴ്സ് പേഴ്സൺ ആയിട്ട് വന്നിട്ട് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് ചെയ്തു പോരാൻ പറ്റും. ഓക്കെ, വലിയ രീതിയിൽ എന്താ വെച്ചാൽ ഇത് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ സഹായിക്കുന്ന കൈൻഡ് ഓഫ് പ്രോഗ്രാമാണ്. ഇതിൽ നമ്മൾ ചെയ്യുന്ന ഒരു അടുത്തൊരു സംഗതിയാണെന്ന് വെച്ചാൽ
സോ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആൾക്കാർ എന്താ ടീച്ച് യു ടു ഗെറ്റ് ക്ലാരിറ്റി ഓൺ ഫണ്ടമെന്റൽസ് ഓഫ് ലൈഫ് സക്സസ്. ലൈഫ് സക്സസിന്റെയും ബിസിനസ് സക്സസിന്റെയും ഫണ്ടമെന്റൽസ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നല്ല ക്ലാരിറ്റി കിട്ടും. ആൻഡ് ഗോൾ സെറ്റിംഗ് ഇൻ ഈച്ച് ഏരിയ ഓഫ് ലൈഫ്, ലൈഫിലെ ഓരോ ഏരിയാസിലും ഗോൾ സെറ്റ് ചെയ്യും. ആൻഡ് ഐഡിയൽ ലൈഫ് ക്രിയേഷൻ, നിങ്ങളുടെ ലൈഫിന് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഒരു മൈൻഡ് പവർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഐഡിയൽ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ സംഗതികൾ പഠിപ്പിക്കും. ബിൽഡിംഗ് ദ റൈറ്റ് സക്സസ് മൈൻഡ് സെറ്റ് ടു സ്ട്രൈവ് ത്രൂ ചലഞ്ചസിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് സക്സസ് മൈൻഡ് സെറ്റ് നമ്മൾ ബിൽഡ് ചെയ്യും. ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ് ടു അച്ചീവ് ഗോൾസ് ഫാസ്റ്റർ, ഫാസ്റ്റ് ആയിട്ട് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യും. ആൻഡ് ഡെവലപ്പ് ദർ സ്കിൽ സെറ്റ് വിച്ച് റിക്വയർ ടു അച്ചീവ് ദർ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിൽ സെറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യും. ഗോൾസ് ഫാസ്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി ബിസിനസ് ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യണം. അതേപോലെ തന്നെ അച്ചീവ് ഗോൾസ് ഫാസ്റ്റ് ആയിട്ട് ഗോൾസ് അച്ചീവ് ചെയ്യണം. ഇദ്ദേഹം ഒരു എന്താ പറയുക ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഒന്ന് ആലോചിച്ച് നോക്കുക. ചാർജ് പ്രോഗ്രാമിൽ വന്നിട്ട് ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തൊരു കൈൻഡ് ഓഫ് എന്താ പറയുക. ഹായ്, ഞാൻ PM ജാഫർ, മലപ്പുറം മേൽമുറിയാണ്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം മേൽമുറി കൊളായി വ്യൂ പോയിന്റിലുള്ള എൽപെരൈസോ ഇവന്റ്സ് LLPയുടെ കീഴിൽ ആരംഭിച്ചിട്ടുള്ള കൺവെൻഷൻ സെന്റർ പ്രൊജക്ടിന്റെ സൈറ്റിലാണ്. ഞാനിപ്പോ വീഡിയോയിൽ വന്നത് വളരെയധികം സന്തോഷമുണ്ട്. ചാർജിന്റെ ഒരു ദുബായ് ചാപ്റ്റർ ആരംഭിക്കാൻ പോകുന്ന എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ സൈറ്റിൽ വെച്ച് ആശംസകൾ അർപ്പിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് മഞ്ചേരിയിൽ വെച്ച് നടന്നിരുന്ന ചാർജ് പ്രോഗ്രാമിന്റെ ഒരു എനർജിയിലാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്ട് ആരംഭിച്ചത്. ഒരു 10 CR പ്രൊജക്റ്റ് ആണ്. അതിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ദുബായ് ചാർജിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. താങ്ക് യു. അപ്പം ഇത് അദ്ദേഹം എന്താ വെച്ചാൽ അദ്ദേഹം പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ചാർജ് പ്രോഗ്രാമിന്റെ ഒരൊറ്റ ധൈര്യത്തിലാണ്. മനസ്സിലാകുന്നുണ്ടോ? സോ നമ്മുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം സഹായിക്കും. 100 കോടിയുടെ സംരംഭം തുടങ്ങി. ഇതാണ് ആ പ്രോഗ്രാം. ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. D-Store എന്ന് പറയുന്ന പ്രോജക്റ്റ് ആണ്. D-Store എന്ന് പറയുന്ന ചാർജിൽ നിന്ന് ഉത്ഭവിച്ചു വന്നിട്ടുള്ള വലിയൊരു ബിസിനസ് സംരംഭത്തിന്റെ പ്രതിനിധികൾ ഇവിടെയുണ്ട്. അവർക്ക് നിങ്ങളോട് 1-2 കാര്യങ്ങൾ, അവരുടെ ഈ ഒരു സന്തോഷം, അവരുടെ പ്രോഗ്രാം നടക്കേണ്ടതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ സന്തോഷം പങ്കുവെക്കാൻ അവർക്ക് ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ട് അതിന്റെ പ്രതിനിധികള് ഞാൻ ഇവിടെ ക്ഷണിക്കുകയാണ്. കബീർ ക, അതുപോലെ ഷിഹാബുദ്ദീൻ, സുനിൽ സാർ, അതുപോലെ തന്നെ ഷഫീഖ്, എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും, D-Store എന്ന സ്ഥാപനത്തിന്റെ പ്രതിനിധികൾ എല്ലാവരും ഇവിടേക്ക് വരിക. D-Storeന് അഭിമാനിക്കാം. D-Store എന്ന് പറയുന്ന ചാർജ്, D-Storeന് അഭിമാനിക്കാം. ഇത്രയും പേരുടെ ആത്മാർത്ഥമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. ഉണ്ടാവില്ലേ? നല്ലൊരു കാര്യം കൊടുക്കാം. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചാർജ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വന്ന് ഒത്തുചേർന്ന് പരസ്പരം പരിചയപ്പെട്ട് അതിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ബിസിനസ്സാണ്. അവരുടെ ആദ്യ ചുവട് തന്നെ 1 കോടി മുതൽ മുടക്കിലാണ് അവർ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 100 കോടിയിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ്. ഇതുപോലെ ഇനിയും സംരംഭങ്ങൾ നമ്മുടെ ടീമിൽ നിന്നുണ്ടാവട്ടെ. വളരെ നല്ല രീതിയിൽ അത് വിജയിച്ച് മുന്നേറാൻ സഹായിക്കട്ടെ. തീർച്ചയായിട്ടും ഞാൻ അവർക്ക് എന്താണ് പറയാനുള്ളത്, ഈ വരുന്ന 12-ാം തീയതി പ്രോഗ്രാം നടക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കാനാണ് അവരുടെ വേദിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരത് ഷെയർ ചെയ്യുന്നതാണ്. സോ ഞാൻ മൈക്ക് കൈമാറുകയാണ്. അതുകൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് തിരിയാം. തിരക്കോ എമർജൻസി ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഇറങ്ങാം. പക്ഷേ ആകെ 10 മിനിറ്റ് അവർ സമയം എടുക്കുള്ളൂ. എന്തായാലും അധികം വൈകാതെ തന്നെ നമുക്ക് വീട്ടെടുക്കാം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഷിഹാബാണ് എൻ്റെ പേര്. നമുക്കറിയാം D-Store എന്നുള്ള ഒരു പ്രസ്ഥാനം കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു D-Store എന്നുള്ളത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. കാരണം 2 വർഷത്തെ ഒരു എഫേർട്ടിന്റെ ഒരു ഭാഗം മാത്രമാണ് D-Store എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളൊരു സംരംഭത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പ്രൊജക്ട് പരിചയപ്പെടുത്തുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ റിജക്ട് ചെയ്യും. പല ആളുകളും നമ്മൾ പട്ടണം എന്ന് വിളിക്കും, സാർ പറയുന്ന പോലെ. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കരുത് ഒരിക്കലും. നമ്മൾ പാഷനായിട്ട് നമ്മൾ പിന്തുടരണം. അതിന്റെ ഒരു വലിയൊരു ടീമാണ് കാണുന്നത്. ആ 2 വർഷത്തെ എഫർട്ടിന്റെ ഒരു ഭാഗമായിട്ട് നമുക്കറിയാം, നമുക്ക് ഒരു വലിയൊരു എന്റർപ്രണർ, നമ്മൾ കബീർ അടക്കമുള്ള ആളുകൾ നമുക്ക് കിട്ടി, നമ്മുടെ ഒരു ടീമായിട്ട് വന്നത്. കാരണം ഞാനും കബീർ കാർഡും ഒരു യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, 100 ഷോറൂം കേരളത്തിൽ ഇടുക എന്നുള്ളത്. അന്ന് മുതൽ അത് എന്റെയും പാഷനായിട്ടുണ്ട്. ആ ഒരു പാഷൻ വെച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. തീർച്ചയായിട്ടും
പല ആളുകളും ഞങ്ങളെ റിജക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അതിലേക്ക് ഓരോ ആളുകളും റിജക്ട് ചെയ്തപ്പോൾ ഞങ്ങൾ അതിലേക്ക് മുന്നോട്ട് പോയി ചുരുക്കി പറഞ്ഞാൽ ഇന്നലെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ സാനിറ്ററി ബിസിനസ്സായ ABC ഗ്രൂപ്പിന്റെ MD വരെ ഇന്നലെ ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് സ്റ്റോറിലേക്ക് ഞങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് പറഞ്ഞു. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഇറ്റ് വിൽ ബി ചേഞ്ചിങ് ലൈഫ് ചേഞ്ചിങ് ഫോർ ദം. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ വലിയ സക്സസ്സിലേക്ക് എന്ത് ചെയ്യണം, നമുക്ക് പോകണം. ആ ഒരു പോകാനുള്ള ഒരു എന്താ പറയുക അവസരമായിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഇതെന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. സോ ടോപ്പിക്സ് എന്തൊക്കെ കവർ ചെയ്യും? സ്കിൽ പവർ ഓവർ വിൽ പവർ, ലൈഫ് പ്ലാൻ ക്രിയേഷൻ, ഇക്കിഗായ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്, ഫൈൻഡിങ് ദ പാഷൻ ആൻഡ് പർപ്പസ്, ഹാബിറ്റ് ബിൽഡിംഗ് വർക്ക്ഷോപ്പ്, ബ്രേക്കിംഗ് കംഫർട്ട് സോൺ. നിങ്ങളുടെ ബിസിനസ്മാൻ എന്നുള്ള രീതിയിലുള്ള കംഫർട്ട് സോൺ എന്തൊക്കെയാണ് അതൊക്കെ ബ്രേക്ക് ചെയ്യാം. അതല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാം. മൈൻഡ് പവർ ടൂളുകൾ ഒരുപാടുണ്ട്, അതെല്ലാം പഠിപ്പിക്കും. പവർ ഓഫ് ഡെഡിക്കേഷൻ, പവർ ഓഫ് സെൽഫ് ഡിസിപ്ലിൻ, പവർ ഓഫ് വിൽ പവർ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ് പീപ്പിളിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അതായത് ഒബ്സർവേഷൻ, പാറ്റേൺ റീഡിംഗ്, അനാലിസിസ്, ഡിപ്ലോമസി, ഇഫക്റ്റീവ് ആൻഡ് ഇമ്പാക്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ്, ബീറ്റിംഗ് പ്രൊക്കാസ്റ്റിനേഷൻ, ഫോക്കസ് വേഴ്സസ് ഡിസ്ട്രാക്ഷൻ, personal power, emotional management, quality relationship building, networking, leveraging, grabbing opportunities, exponential growth strategies, building your ideal healthy lifestyle, building your ideal family life, parenting, individual leadership strategies, mindset, skill set. ഇങ്ങനെ 52 വീക്കുകൾ 3 മാസങ്ങളിലായിട്ട് ഏകദേശം നമ്മൾ 12 വീക്കുകൾ നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോഗ്രാം കൊണ്ടുപോകും. അതിൽ ആ 3 മാസം പിന്നീട് ഇത് ആക്ച്വലി സംഭവിക്കുക. കഴിഞ്ഞ വർഷം 2018 നമ്മളിത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് 3 മാസത്തേക്കാണ്. പക്ഷെ ആൾക്കാർ നിർത്താൻ സമ്മതിച്ചില്ല. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് എന്ന് വെച്ചാൽ അത് അടുത്ത് കോവിഡ് 2018 സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് നിർത്താൻ സമ്മതിച്ചില്ല അവർ. 2020 വരെ ഇത് കൊണ്ടുപോകേണ്ടി വന്നു. അപ്പോൾ ഒരു അടിപൊളി പ്രോഗ്രാമാണ്. ഇറ്റ് വിൽ ബി ലൈഫ് ചേഞ്ചിങ് ഫോർ മെനി ഓഫ് യു. സോ ഇതിൽ ഇപ്രാവശ്യം നമ്മൾ കൂടുതൽ മറ്റുള്ള ട്രെയിനേഴ്സിനെയും കൂടെ ഇതിലേക്ക് കൊണ്ടുവന്ന് ബിൽഡ് ചെയ്തിട്ട് കൊണ്ടുവരിക എന്നൊരു സംഗതി കൂടെ ഉണ്ട്. ഞാൻ മാത്രം സെഷൻ എടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നല്ല ട്രെയിനേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക, നല്ല റിസോഴ്സ് പീപ്പിളിനെ ഡെവലപ്പ് ചെയ്യുക, എല്ലാവരും വരിക, എല്ലാവർക്കും എന്താ വെച്ചാൽ ഇതിൻ്റെ സെഷൻസ് ഉപകാരപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു സംഗതി കൂടെ നമ്മൾ ഇതിൽ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഒരുപാട് കോച്ചുമാർക്കുള്ള അവസരം കൂടിയാണ്. സോ ഇതിൽ വന്നു കഴിഞ്ഞാൽ ബിൽഡ് ദ റൈറ്റ് കണക്ഷൻസ് ആൻഡ് റീച്ച് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഫാസ്റ്റർ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല 100 കോടിയുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള D-Store എന്ന് പറയുന്ന കമ്പനി. ഓക്കെ, അതേപോലെ തന്നെ ഷിഹാബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു ബ്രാൻഡ്, 11ഓളം ബ്രാഞ്ചുകളായിട്ടുള്ള ബ്രാൻഡ്. വേറെയും കുറേ ആൾക്കാർ അവരുടെ ബിസിനസ്സുകൾ ബിൽഡ് ചെയ്തില്ല. മിൻഹ ഫാത്തിമ, അതേപോലെ തന്നെ മറ്റുള്ള ഒരുപാട് കോച്ചുമാർ വലുത്. ഇതൊക്കെ അവരൊക്കെ ഡെവലപ്പ് ചെയ്തതും ചിലവർക്കൊക്കെ റൈറ്റ് കണക്ഷൻസ് അവിടെ വന്നിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള ഗ്രോത്ത് ബിൽഡ് ചെയ്യുന്ന ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഫാസ്റ്റായിട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു കണക്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. പീപ്പിൾ ഹെൽപ്പിംഗ് പീപ്പിൾ, അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് PHP എന്ന് പറയും, വിച്ച് ഇസ് പീപ്പിൾ ഹെൽപ്പിംഗ് പീപ്പിൾ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കുക. ദെൻ വി ആൾസോ ഹാവ് എ ബഡി ലേണിംഗ്. അങ്ങോട്ട് പരസ്പരം എന്താ വെച്ചാൽ നമുക്കൊരു ബഡി ലേണിംഗ് പാർട്ണർ നൽകും. ആ പാർട്ണർ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്കൊരു അക്കൗണ്ടബിലിറ്റി പാർട്ണർ തരുന്നു. ഈ അക്കൗണ്ടബിലിറ്റി പാർട്ണർ നിങ്ങൾ പഠിക്കും. ബഡി ലേണിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, വൺസ് എ വീക്ക് നിങ്ങൾ ഓരോരുത്തരെ വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്തിട്ട് ഇടയ്ക്ക് എന്ത് ചെയ്യുക, വിസിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതൊക്കെ ചലഞ്ചസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇതിലൊക്കെ എല്ലാവർക്കും പങ്കെടുക്കാൻ നിർബന്ധമൊന്നുമില്ല. ഇത് നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ അത്രയും ഗുണം. അപ്പോൾ അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ലൈഫ് ലോങ് ഒരു ബെസ്റ്റ് പോസിറ്റീവ് ഫ്രണ്ടിനെ കിട്ടും. ആൻഡ് ലീഡർഷിപ്പ് സ്കിൽ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റി ത്രൂ വോളണ്ടിയറിംഗ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലീഡർഷിപ്പ് സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാകും. അവിടെ കുറേ വോളണ്ടിയറിംഗ് ആക്ടിവിറ്റീസുകൾ ഉണ്ടാകും. സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ് ഉണ്ടാകും. അപ്പം ബ്ലഡ് ഡൊണേഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാകും. വിൽ ബി പ്രൊവൈഡിങ് ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ എന്താ വെച്ചാൽ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ടാകും. അതിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പങ്കെടുക്കുക. ഈ കമ്മ്യൂണിറ്റി നടന്ന പല പരിപാടികളും. ദെൻ LTC സർവീസ്, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കൾച്ചർ പ്രോഗ്രാം, വിച്ച് ഈസ് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കൾച്ചർ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കും. ആ കൾച്ചർ എന്ന് പറയുന്ന ഒരു 14ഓളം കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും തരും. ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ടാകും. അതിനായിട്ട് നോക്കാൻ ഒരാളുണ്ടാക്കും. ആ ട്രാക്കിംഗ് സിസ്റ്റത്തിൽ നമ്മളത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. ദെൻ വി വിൽ ബി ഹാവിംഗ് ക്വാർട്ടർലി ഔട്ട്ബൗണ്ട് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ക്യാമ്പ്. നിങ്ങൾക്ക് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ക്യാമ്പ് ഉണ്ടാകും. അതായത് ഒരു 3 മാസം കൂടുമ്പോൾ നമ്മളൊരു ക്യാമ്പ് നടത്തും. ആ ക്യാമ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫൈനൽ ഡേ 3-ാമത്തെ മാസത്തെ ഒരു ഫൈനൽ ക്യാമ്പിലാണ് അവസാനിക്കുക. ആ ക്യാമ്പ് എന്ന് പറയും ഇത്രയും ആൾക്കാർ 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് കൂടെ നിന്നിട്ടുള്ള ആൾക്കാർ എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു ടൂർ പോകും, ഒരു ട്രിപ്പ് പോകും. ദെൻ വി വിൽ സ്റ്റേ ഇൻ എ റിസോർട്ട്.
ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യും. എന്നിട്ട് അവിടുന്ന് ഫൈനലി ഹീലിങ്ങും കാര്യങ്ങളും സംഗതികളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ആ ബാച്ച് അങ്ങ് അവസാനിക്കും. സോ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഉണ്ടാവും. ഇറ്റ്സ് ലൈക്ക് ഒരു എന്താ പറയുക ക്യാമ്പാണ്. ഓക്കെ, നമ്മൾ ലൈക്ക് പ്രകൃതിയിലേക്ക് ഇണങ്ങി ചേർന്നുകൊണ്ട് ഒരു ക്യാമ്പ് നടത്തും. ദെൻ വിൽ ഡൂയിങ് ലൈക്ക് മെഡിറ്റേഷൻ പാക്കേജ്. നമ്മൾ എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ പാക്കേജ് ഓഫർ ഉണ്ടാവും. പ്ലാറ്റ്ഫോം എന്താ പറയുക, നമ്മളുടെ ടീം മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള മെഡിറ്റേഷൻ പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും. ദെൻ 1-to-1 പേഴ്സണൽ സിറ്റിംഗ് എന്നായിട്ട് 1 ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേഴ്സണൽ സിറ്റിംഗ് നമുക്ക് ലഭിക്കും. ബിസിനസ് പാർട്ണർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും, ബിസിനസ് കൊളാബറേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ വന്നിട്ട് കണ്ടെത്താം. പാർട്ട്നേഴ്സിനെ കണ്ടെത്താം, കൊളാബറേഷൻ കണ്ടെത്താം, അസോസിയേറ്റ്സിനെ കണ്ടെത്താം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രോഗ്രാം. ബിസിനസ് പീപ്പിളിന് വേണ്ടിയിട്ട് നടത്തുന്ന എന്താ പറയുക ഈ ഒരു പ്രോഗ്രാമിൽ ഇതിൽ നിങ്ങൾക്ക് ചില സെഷൻസ് ഉണ്ടാകും. കോസ്റ്റ് ഓഫ് ഫ്രീഡം, അതായത് നിങ്ങളുടെ ഫ്രീഡം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാകും. സെറ്റിംഗ് ദ ഫൗണ്ടേഷൻസ് റൈറ്റ്, ഫൗണ്ടേഷൻസ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഫൗണ്ടേഷൻസ് റൈറ്റ് ചെയ്യാനുള്ള സംഗതികൾ ടോപ്പിക്സുകൾ വരും. ബ്രേക്കിംഗ് ദ ബാരിയേഴ്സ്, നിങ്ങളുടെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള സംഗതിയിൽ പലപ്പോഴും ബാരിയേഴ്സ് ഉണ്ടാകും. ആ ബാരിയേഴ്സ് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. ടെൻഷൻ ഫ്രീ എൻ്റർപ്രണർഷിപ്പ് എങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബിൽഡ് ചെയ്തെടുക്കാം. സ്ട്രെസ് ഇല്ലാതെ എങ്ങനെ ബിസിനസ് സ്ട്രക്ചേർഡ് ആയിട്ട് നല്ലൊരു ടീമിനെ വെച്ചിട്ട് എങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ടീം ഓഫ് ടുമോറോ, ഒരു ഡ്രീം ടീമിനെ എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. പ്രോസസ് ഓട്ടോമേഷൻ, ഇങ്ങനെ ഇത്രയും ടോപ്പിക്സിൽ നിങ്ങൾക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള സെഷൻസും അവിടെ നമുക്ക് ആ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. സോ അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വരണം. ഇതിനൊരു തിയറി നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ പഴയ കുറേ ഹാബിറ്റ്സുകളുണ്ട്, അത് നമുക്ക് തകർക്കണം. ആദ്യത്തെ 2 ആഴ്ച ആ തകർക്കുന്ന പ്രോഗ്രാം ആയിരിക്കും. ദെൻ യു വിൽ ക്രിയേറ്റ് ഗോ ത്രൂ എ കൺഫ്യൂഷൻ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കറേജ് ആണ് ആവശ്യം, ക്ലാരിറ്റി ആണ് ആവശ്യം. ആ ക്ലാരിറ്റി ബേസ് ചെയ്തിട്ടുള്ള കുറേ പ്രോഗ്രാമുകൾ ഉണ്ടാവും. ദെൻ വിൽ ബി ഡൂയിങ് ദിസ് ഇൻറ്റഗ്രേഷൻ. 90 ദിവസം എടുക്കും ഏതൊരാൾക്കും ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. ആ 90 ദിവസത്തിനുള്ളിൽ ഹാബിറ്റ്സ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയൊരാളിലേക്ക് നമ്മൾ മാറും. ദാറ്റ് സ്റ്റേജ് ഇസ് ലൈക്ക് തേർഡ് മന്ത്. ഫസ്റ്റ് മന്ത് ഡിസ്ട്രക്ഷൻ, സെക്കൻഡ് മന്ത് കൺഫ്യൂഷൻ, ക്ലാരിറ്റി എല്ലാം ക്ലിയർ ചെയ്യുക. തേർഡ് മന്തോടുകൂടി പുതിയ ആളായിട്ട് നിങ്ങൾ മാറിയിരിക്കും. അങ്ങനെ 90 ദിവസം എടുക്കും. സയൻസ് പറയുന്നത് അതാണ്. 90 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, 90 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്യും, ബ്രെയിനിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. ആ ബ്രെയിനിൽ നിങ്ങൾ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെയിനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കംപ്ലീറ്റ്ലി, അതായത് നമുക്ക് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ സാധനം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം നിങ്ങളുടെ ബ്രെയിനിൽ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണത്. ഐ വിൽ ഷോ യു. ഈ റെറ്റിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ വലിയ ചേഞ്ച് ആണ് സംഭവിക്കുക. ഓക്കെ, ഇത് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ വലിയ ചേഞ്ച് സംഭവിക്കണം എന്നുണ്ടെങ്കിലും ചിന്തകൾ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് കിട്ടും. ഒരു ദിവസം പോരാ, 90 ദിവസം ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഒരു ദിവസം 36,000 മുതൽ 60,000 ചിന്തകൾ നമ്മുടെ മനസ്സിനുള്ളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ചിന്തയിലെ 80% ചിന്തയും ഒരൊറ്റ കാര്യത്തിനെ കുറിച്ച് ചെയ്തു കഴിഞ്ഞാൽ, അത് 90 ദിവസം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങളുടെ ബ്രെയിനിൽ ഈ പിക്ചറിൽ കാണുന്ന, ഇവിടെ റെഡ് കളറിൽ കാണുന്നുണ്ടോ, ഇതാണ് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. ഇതെന്താ സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ RAS എന്ന് പറയും. ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് 90 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഇത് രൂപപ്പെടും. എന്ത് ഗോളാണോ അതിന് വേണ്ടിയിട്ട്. പക്ഷേ ഇതിന് 90 ദിവസം നമ്മൾ ചെയ്യില്ല, അധികം ആൾക്കാർ ചെയ്യില്ല. ഈ ചാർജ് പ്രോഗ്രാം 90 ദിവസം ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ട ഗോള് അത് അച്ചീവ് ചെയ്തേ അടങ്ങൂ എന്നുള്ള രീതിയിൽ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ബ്രെയിൻ ജിമ്മ് പോലെയാണ് ഈ ഒരു റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം എന്ന് പറയുന്ന, അല്ലെങ്കിൽ RAS എന്ന് പറയുന്ന മസിലിനെ ഡെവലപ്പ് ചെയ്യണം. നിങ്ങളുടെ ഗോളിലേക്ക് വേണ്ടിയിട്ട് ട്യൂൺ ചെയ്യുന്ന ഒരു ബ്രെയിൻ ട്യൂണിങ് ആക്ടിവിറ്റിയാണ്. അങ്ങനെ ഒരു മസിൽ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന മസിൽ ബിൽഡ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് അറിയാം. ഇത് നിങ്ങളുടെ സെൻസറി ഇൻഫർമേഷൻ ഡിറ്റക്ട് ചെയ്യുക. This is an activity seen as through the midbrain to cerebral cortex to maintain the consciousness. നമ്മളുടെ ബോധതലത്തിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് കാണുന്നു, എന്ത് സംസാരിക്കുന്നു, എന്ത് കാര്യങ്ങൾ, ഇതിനെല്ലാത്തിനെയും ഒരു ഫോക്കസ് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ബ്രെയിനിൽ എപ്പോഴും നമ്മുടെ ചിന്ത, നമ്മൾ എന്ത് കാണണം, എന്ത് കേൾക്കണം, നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും എല്ലാം നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചാണ്. കേൾക്കുന്നത്, കാണുന്നത്, ചിന്തിക്കുന്നത്,
ഇതിന് നമ്മളെ സഹായിക്കുന്ന പാർട്ടാണ് എന്ത്, ഈ പറഞ്ഞിരിക്കുന്ന റെട്ടിക്കുലർ ഫോർമേഷൻ. അപ്പോൾ നമ്മൾ പിന്നീട് എന്താ വെച്ചാൽ ഇത് കറക്റ്റായിട്ട് RS ബിൽഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കാണുന്ന മുഴുവൻ നമ്മുടെ ഗോള്, കാണുന്ന മുഴുവൻ നമ്മുടെ സംസാരിക്കുന്ന മുഴുവൻ ഗോള്, നമ്മൾ ചിന്തിക്കുന്ന മുഴുവൻ നമ്മുടെ ഗോള് ഇതിനെക്കുറിച്ച് മാത്രമാകും. ഇതായുള്ള ഗുണം എന്താ? ഫോക്കസ്, ബുള്ളറ്റ് പ്രൂഫ് ഫോക്കസ് ആണ്. അതായത് മനസ്സിലാവുണ്ട്, ഡിസ്ട്രാക്ഷൻ പ്രൂഫ് ഫോക്കസ് ആണ്. ആ ഒരു എന്താ പറയുക, നമ്മളുടെ ഫോക്കസ് ഡബിളായി മാറും. അങ്ങനെ ഫോക്കസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അധികം ആളുടെ പ്രശ്നം എന്താ, സക്സസ് ആവാത്തതിന്റെ റീസൺ ഈ ഫോക്കസ് ഇല്ല എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ട്? ഈ ഫോക്കസ് നമുക്കില്ല. ഈ ഫോക്കസ് നമുക്ക് ഇത് ബിൽഡ് ചെയ്തെടുക്കാൻ ചാർജ് പ്രോഗ്രാം ഭയങ്കര പവർഫുൾ ആണ്. 36,000 മുതൽ എങ്ങനെ നമ്മൾ ഗോളിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നത്? ഒരൊറ്റ ചിന്ത, ഒരൊറ്റ ഗോൾ എടുക്കുക, ലക്ഷ്യം സെറ്റ് ചെയ്യുക, ബിസിനസ്സിൽ ഇന്ന വിജയം, പേഴ്സണൽ ലൈഫിൽ ഇന്ന വിജയം, ഈ സംഗതി ഇന്ന വിജയം, കറക്റ്റ് ന്യൂറോ പാത്വേ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സെറ്റ് ചെയ്യുക. 90 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, തിങ്ക് ചെയ്യുക, റൈറ്റ് ചെയ്യുക, ടോക്ക് ചെയ്യുക, സംസാരിക്കുക, ഇടപെടുക, ആൾക്കാരോട് സംസാരിക്കുക, വിഷ്വലൈസ് ചെയ്യുക, അഫർമേഷൻസ് ഉപയോഗിക്കുക. 14 കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് തരും. ഈ 14ഓളം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, നിങ്ങൾക്ക് മാറില്ലാതെ വേറെ വഴിയില്ല. നിങ്ങളുടെ ബ്രെയിൻ പുതിയ ബ്രെയിനാണ്. അപ്പോൾ ചാർജ് പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും വെച്ചാൽ നിങ്ങൾക്ക് പുതിയ ബ്രെയിൻ കിട്ടും, പുതിയ വേർഡ്സിനായിട്ട് മാറാം. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെ ചിന്തിക്കുന്നു, വിജയിക്കുന്ന ആൾക്കാർ എങ്ങനെ ചിന്തിക്കുന്നു, അവരുടെ ബ്രെയിൻ, അവരുടെ രീതി, ആ ലെവലിലേക്ക് നിങ്ങൾ മാറും. ക്ലിയർ? ആൻഡ് ദാറ്റ്സ് വാട്ട് ഇസ് ഗോണ ഹാപ്പൻ. സോ come to the program. It will change your life like anything. This is what I want you to do. ആ ലെവലിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഡു ദിസ്. എല്ലാവരും പ്രോഗ്രാമിലേക്ക് എന്ത് വരാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇവിടെ താല്പര്യം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ എന്തായാലും പ്രോഗ്രാമിലേക്ക് വരണം. വരുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഇമ്മീഡിയറ്റ്ലി അതിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് അടക്കുക, പ്രോഗ്രാമിലേക്ക് വരിക. പേയ്മെൻറ്റ് അടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ശരത് അതിൻ്റെ മെസ്സേജ് നമ്പർ ഇവിടെ ഇടുക, 8086880775 എന്ന നമ്പറിലേക്ക് 750 രൂപ അടയ്ക്കുക. മുൻകൂട്ടി നിങ്ങൾ എന്ത് ചെയ്യുക, സീറ്റ് ബുക്ക് ചെയ്യണം. കാരണം കുറച്ച് ആൾക്കാരെ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ ആ പ്രോഗ്രാമിലേക്ക് കുറച്ച് പേരാണ്. ചാർജ് പ്രോഗ്രാമിൽ ആദ്യം നമ്മൾ ചെയ്തിരുന്ന 100 പേരായിരുന്നു. 100 പേരെ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, കുറച്ച് ആൾക്കാരെ മാത്രം എടുത്തിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് അറ്റൻഷൻ, അത് കൂടുതൽ ആൾക്കാർ വരാൻ ചിലപ്പോൾ താല്പര്യപ്പെടും, ഐ അണ്ടർസ്റ്റാൻഡ്. ബട്ട് കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുക. ഇന്നത്തെ സെഷൻ ഹോപ്പ് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ. ഒരുപാട് നോളജ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ ചാർജ് പ്രോഗ്രാമിൽ പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ചെയ്യേണ്ടത്, ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പുതിയ കുറച്ച് ഐഡിയാസും വഴികളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്ലീസ് യൂട്ടിലൈസ് ഇറ്റ്. ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? ഹോപ്പ് യു എൻജോയ്ഡ്. ഹോപ്പ് യു ഗോട്ട് ലോട്ട് ഓഫ് നോളജ്. യാ, വെരി ഗുഡ്. സോ ചാർജ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ പേ ചെയ്യുക കേട്ടോ. ഗൂഗിൾ പേ നമ്പർ ഉണ്ട്, അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ പേ നമ്പറാണ് 8086880775. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് ചെയ്യാം. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട്, ശരത്തിൻ്റെ നമ്പറാണ്. ശരത്താണ് എൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത്. He will be coordinating the program, and Munavir will also be helping them. Our other team members will be also there. So it will be a life-changing program for you. Thank you so much. Let's create an amazing, impactful program. Okay. Thank you, everyone. Thank you. You're welcome.